ഹലോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹൗ ടേ ക്ലോത്തിങ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അവർ നമുക്ക് അയച്ചു തന്ന ഒരു ഔട്ട്ഫിറ്റ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് അല്ല, കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണ് അവർ നമുക്ക് തരുന്നത്. അതായത് ഏത് മോഡൽ വേണം, ഏത് കളർ വേണം, ഏത് ഡിസൈൻ വേണം, ഫുൾ സ്ലീവ് ലെങ്ത് എല്ലാം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ അവർ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് വീട്ടിൽ കൊറിയറായിട്ട് എത്തിക്കുന്നതായിരിക്കും. അതിപ്പോൾ ഏത് കളർ, ഇപ്പോൾ റെഡിൻ്റെ ആണെങ്കിൽ റെഡിൻ്റെ തന്നെ കുറേ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് ഒക്കെ അത് നമുക്ക് ലിസ്റ്റിൽ അയച്ചു തരും. അതിൽ ഏത് വേണം നമ്മൾ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്താൽ മതി. ഞാൻ യെല്ലോ ആണ് പറഞ്ഞത്. അപ്പോൾ യെല്ലോയുടെ തന്നെ കുറേ ഉണ്ട്, ടസ്കൻ സൺ, ഹണി, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അതിൽ ഞാൻ ടസ്കൻ സണ്ണാണ് എടുത്തേച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്ന കളർ അനുസരിച്ച് നമ്മൾ ഒരു ഡിസൈൻ, ഇഷ്ടമുള്ള ഡിസൈൻ അയച്ചു കൊടുത്താൽ അവർ അതേപോലെ പറയുന്ന ബീഡ്സ് ഒക്കെ വെച്ച് സെറ്റ് ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അവരുടെ പേജ് ഒന്ന് താഴെ മെൻഷൻ ചെയ്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഹൗ ടേ ക്ലോത്ത്, ഈ അടിപൊളി ഔട്ട്ഫിറ്റിന് താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ ഒരുപാട് നാളായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന നമ്മുടെ യൂട്യൂബിന്റെ സിൽവർ പ്ലേ ബട്ടൺ, അതായത് യൂട്യൂബ് ആദ്യമായിട്ട് തരുന്ന നമുക്ക് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്ക് അറിയില്ല ഇത് എപ്പോഴാണ് കിട്ടുന്നതെന്ന്. 100K, അതായത് യൂട്യൂബിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കടന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം തരുന്നത്, സിൽവർ പ്ലേ ബട്ടൺ. ഇത് അപ്പൊ തന്നെ കിട്ടില്ല, കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ആക്കി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കറക്റ്റ് ഒരു 2 ആഴ്ച ബിസിനസ് ഡേയ്സിനുള്ളിൽ എപ്പോഴെങ്കിലും ഡാഷ്ബോർഡിൽ ഒരു ലിങ്ക് വരുന്നതാണ് പറയണത്. പക്ഷെ എനിക്കിങ്ങനെ വന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് തിരക്ക് കൂടുതലായതുകൊണ്ട് 2 ആഴ്ചയൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല. അതായത് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിന്റെ സെറ്റിംഗ്സിൽ കയറി ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബ് ഹോൾഡ് ചെയ്യുന്ന അവർക്ക് ഞാൻ മെസ്സേജ് വിട്ടായിരുന്നു. ചാറ്റ് ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. അങ്ങനെ അതിൽ കയറി മെസ്സേജ് വിട്ടപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ഇത്രയും ബിസിനസ് ഡേയ്സ് ആയിട്ടില്ല, അതിനുള്ളിൽ ഒരു അപ്ഡേഷൻസ് വന്നില്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ പറഞ്ഞത് സൺഡേ ആയിരുന്നു. പക്ഷെ ആ സൺഡേ ആയിട്ടും എനിക്കൊരു ലിങ്ക് കാണാനായിട്ട് വീണ്ടും അവർക്ക് മെസ്സേജ് ചെയ്ത്, അപ്പോൾ അവർ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഒരു ഫോം തന്നവർ. ആ ഫോം ഫില്ല് ചെയ്ത് അതിൽ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാം, പിന്നെ നമ്മുടെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, പിൻകോഡ്, ഇത്രയും നമ്മൾ പ്രോപ്പറായിട്ട് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ഷിപ്മെന്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ജിമെയിൽ വന്നുകൊണ്ടിരിക്കുക, ഇന്ന പ്രൊഡക്റ്റ് ഇവിടെ എത്തി, ഇങ്ങനെ എത്തിയെന്ന്. കുറച്ച് യൂട്യൂബേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഡെലിവറി വന്നായിരുന്നു, ഫോം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് UPS എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയർ സർവീസ് ആണ്. അപ്പോൾ ഇപ്പോൾ കസ്റ്റംസിന്റെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് വീണ്ടും കുറേ മെസ്സേജസ് വന്നായിരുന്നു നോർമലായിട്ട്. ഇന്നൊരു ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ പാൻ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പ്രൊസീജിയേഴ്സും കൂടി കഴിഞ്ഞിട്ടാണ് ഇന്ന് വൈകുന്നേരം സാധനം കയ്യിൽ കിട്ടിയത്. അപ്പോൾ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്ന സമയത്തും പാൻ കാർഡ് ചോദിച്ചായിരുന്നു. ആ ഒരു കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനത്തെ പ്രൊസീജിയേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എന്തായാലും അങ്ങനെ എല്ലാ കടമകളും കിടന്ന് നമ്മുടെ ആദ്യത്തെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ. ഇത് തുറന്നിട്ടില്ല കേട്ടോ, വൈകുന്നേരം കിട്ടിയതാണ്. പക്ഷെ ഇതുവരെ തുറന്നില്ല. കാര്യം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ തുറന്നാൽ മതിയെന്ന് ചേച്ചി പറഞ്ഞു, അതുകൊണ്ട് തുറന്നില്ല. ശരിക്കും പറഞ്ഞത് എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരുന്നത് ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ ചേച്ചിനെ കൊണ്ട് ഓപ്പൺ ചെയ്യണം, അൺബോക്സ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു വേണ്ട, സ്റ്റാൻഡിൽ വെച്ചാൽ ക്യാമറ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആള് ക്യാമറ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ തന്നെ തുറക്കണേ. തുറക്കുമ്പോ ഇങ്ങനെയാണ്. അപ്പൊ ആദ്യം ഒരു സ്പോഞ്ചാണ്, ബ്ലാക്ക് സ്പോഞ്ച്. പിന്നെ ഒരു ലെറ്ററാണ് യൂട്യൂബിന്റെ. ഇങ്ങനെ ഒരു ചെറിയ ലെറ്റർ. നിങ്ങൾ ആദ്യത്തെ സബ്സ്ക്രൈബർ ആരാന്ന് ഓർക്കുന്നുണ്ടോ, 100ാമത്തെ ആരാന്ന് ഓർക്കുന്നുണ്ടോ, 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഓർക്കുന്നുണ്ടോ? പക്ഷെ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ 1,00,000 സബ്സ്ക്രൈബർ ആയെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫുൾ ലെറ്ററാണ് യൂട്യൂബിന്റെ. സൂസൻ. വീണ്ടും ചെറിയ കാർഡ്, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു. Presented to Manjusha Martin for passing 1 lakh subscribers. ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. നമുക്ക് കവറൊന്നും വെച്ച് വെക്കാം.
ബാക്കിൽ 2 ഇതൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കുളത്തേക്ക് ഇടാം. ആ ഫ്രണ്ടില് കണ്ണാടിയുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എന്തായാലും വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ സംഭവം കണ്ടാ പോലെ. ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. അപ്പൊ ഇതൊരു വലിയ അംഗീകാരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഒരു സംഭവം നമ്മൾ ചെയ്ത് അതെല്ലാവരും അംഗീകരിച്ച് അതിനുവേണ്ടി യൂട്യൂബ് നമുക്കെന്നൊരു റിവാർഡാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു അവാർഡാണ് സത്യം പറഞ്ഞ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. അതിന് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയണം, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലിക്ക്. അതിന് ശേഷം ഞാൻ ആരും ഇല്ലാതിട്ട് പോലും എൻ്റെ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് വീണ്ടും വീണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പ്രചോദനം തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി പറയുന്നതിന് താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ളൊരു മാസമായിരുന്നു ഇത്. അതായത് 100K ഈ മാസം ഓർമ്മ കിട്ടിയ സെപ്റ്റംബർ ആവുന്നതാണ് ആയിരുന്നു. എനിക്ക് 100K ആയത് ഈ മാസമായിരുന്നു. അതേപോലെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരാൻ പോകുന്ന ഒരു മാസമാണ് ഇത്. കാര്യം നിങ്ങളത് സപ്പോർട്ടിട്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇതുവരെ നിലവിൽ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു റെമ്യൂണറേഷൻ കിട്ടാൻ പോകുന്ന മന്താണിത്. അതേപോലെ അങ്ങനെ മൊത്തത്തില് എല്ലാം കൊണ്ടും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായ ഒരു മാസമായിരുന്നു ഇത്. പിന്നെ ഈ മാസം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അല്ലേ? അടുത്ത മാസം 6-ാം തീയതി എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ പിന്നെ ആകെ ഇച്ചിരി വിഷമമുള്ളത് ഈ പ്രസന്റേഷനും സെമിനാറൊക്കെ ഉണ്ട്, കഷ്ടം. അത് ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ട് അടിപൊളി മാസമായിരുന്നു ഇത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്? സന്തോഷം, നന്ദി പറയുന്നു. എൻ്റെ മോൾക്ക് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ സ്നേഹത്തോടെ കിട്ടട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടെ, എപ്പോഴും എളിമയായിട്ടിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് തന്നെ നന്ദി. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, കാരണം നിങ്ങളുടെ ആ സ്നേഹമുള്ള ഇതിന്റെ ഒരു അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻസ്റ്റാഗ്രാമില് 200K ഫോളോവേഴ്സും ആയിരുന്നു. അത് ഈ മാസം തന്നെ ഇരുന്നത് വിട്ടുപോയി. അപ്പൊ എന്റെ ബർത്ത്ഡേയുടെ മാസമാണ്. അതെ അതെ അങ്ങനെ എന്തായാലും മൊത്തത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു മാസമായിരുന്നു. പിന്നെ കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു യൂട്യൂബിന്റെ കാര്യങ്ങൾ. ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറഞ്ഞുതരാം. എന്തൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ യൂട്യൂബ് ചാനലിനുള്ള പ്രോസസ് എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ അവസരത്തിൽ പറയാൻ വിട്ടുപോയ ഒരു പേരാണ്. വിട്ടുപോയത് അത് കഴിഞ്ഞിട്ട് പറയാവുന്നതാണ് സിഞ്ചേട്ടൻ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ യൂട്യൂബ് ചാനൽ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വീഡിയോ പോസ്റ്റിങ്ങും കമന്റിങ്ങും ആണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് അങ്ങനെയൊക്കെ. അതൊക്കെ ചെയ്ത് സെറ്റാക്കി ഒരു ചാനലിന് ഇങ്ങനെ ഒരു വരുമാനം കിട്ടാവുന്ന രീതിയിലാക്കിയത് ചേട്ടനാണ്. കാര്യം നമുക്ക് ഈ പാൻ കാർഡ്, ആധാർ കാർഡിന്റെ ലിങ്കിങ് ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ചേട്ടനാണ് അതെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് സിഞ്ചേട്ടാ, ഒരുപാട് സന്തോഷം. അതെ, കാര്യം ചേട്ടനെ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനില്ല? മഞ്ജുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഗോഡ് ബ്ലെസ് യു. അപ്പം ഞാനോർത്ത് എന്തായാലും ഇന്ന് സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിയതല്ലേ, അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ പിന്നിൽ എൻ്റെ ക്യാമറ വുമണായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ സ്വന്തം ചേച്ചിക്ക് ഒരു കുഞ്ഞു മോതിരം മേടിച്ചെടുത്തല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ മഹാരാജാസിൽ പോയി. അവിടെ നിന്ന് ഇതേ ഒരു സ്റ്റോൺ വെച്ച റിങ് ആൾക്ക് മേടിച്ചെടുത്ത് ചെറിയ സന്തോഷം. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു യൂട്യൂബിന് എങ്ങനെയാണ്, യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് അനുസരിച്ച് എങ്ങനെയാണ് മാറുന്ന കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നത് 1,00,000 സബ്സ്ക്രൈബർ ആകുമ്പോഴാണ്. അത് കഴിഞ്ഞ് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുന്നത് 1 മില്യൺ, അതായത് 10 ലക്ഷം. 1 M എന്ന് പറയുന്നത് 10 ലക്ഷം, 1K എന്ന് പറയുന്നത് 1000, 10K എന്ന് പറയുന്നത് 10,000, 100K എന്ന് പറയുന്നത് 1 ലക്ഷം, 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. ഇങ്ങനെയാണ് നിലവിലുള്ള കണക്ക് ഇതിൻ്റെ. അപ്പോൾ കുറേ പേര് എന്നോട് ആസ്മി ക്വസ്റ്റനിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചായിരുന്നു വെച്ച് ഇതൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ച്. പിന്നെ ക്യാഷ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ $ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് മിനിമം $100, നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് റേറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. 7,000 സംതിങ് ആണ് ഇന്ത്യൻ റുപ്പി. നമുക്ക് മിനിമം $100 അക്കൗണ്ടിൽ റീഡിങ് കാണിച്ചാലേ ആ മാസം ആകുമ്പോൾ നമുക്ക് വരുമാനം 7,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്കിപ്പോൾ വന്നത് ഞാൻ പറയാം. എനിക്ക് 22-ാം തീയതി ആകുമ്പോഴേക്കും ഒരു ജിമെയിൽ വരും. ഇനിയുള്ള 5 ബിസിനസ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞ് വരും. അതൊരു 22-ാം തീയതി ആയിരിക്കും എനിക്ക് ആ ജിമെയിൽ തന്നെ. 22-ാം തീയതി വന്നു കഴിഞ്ഞാൽ ഒരു 25-ാം തീയതിക്കുള്ളിൽ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. അതായത് ഇപ്പോൾ ഈ മാസം, ഇപ്പോൾ ഇത് സെപ്റ്റംബറാണ്, സെപ്റ്റംബർ 1 to 30 വരെ ഞാനിടുന്ന വീഡിയോസിൻ്റെ റെമ്യൂണറേഷൻ എനിക്ക് വരാൻ പോകുന്നത് ഒക്ടോബർ 22 തുടങ്ങി 25th വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കിടക്കുന്നത്. അല്ലാണ്ട് കറക്റ്റ് 1-ാം തീയതി അല്ലെങ്കിൽ കറക്റ്റ് 30-ാം തീയതി അങ്ങനെയല്ല. ഈ ഒരു പാറ്റേൺ എനിക്ക് ചിലപ്പോൾ ഞാൻ തുടങ്ങിയ ഡേറ്റ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഡേറ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചായിരിക്കും ഇത് ഫോളോ ചെയ്ത് പോണേ. എനിക്ക് ഇങ്ങനെയാണ് റെമ്യൂണറേഷൻ വന്നത്. റെമ്യൂണറേഷൻ ഡിപ്പെൻസ് ആണ്. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള, യൂട്യൂബ് ഒരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ട് സാലറി തന്നെയല്ല. കുറേ പേര് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ പെർമനൻ്റ് ശമ്പളം കിട്ടുമെന്ന്. അങ്ങനെയില്ല. നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള വരുമാനം തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അതിന് ആദ്യം വേണ്ടത് കുറച്ച് ക്രിയേറ്റിവിറ്റിയാണ്. വ്ളോഗ് ചെയ്യുന്നവർക്ക് വ്ളോഗിൻ്റെ, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വ്ളോഗിൽ നിന്നുള്ള വരുമാനങ്ങൾ കുറവാണ്. അതായത് വലിയ വീഡിയോസ് ഒക്കെ ഇടില്ലേ, ഇപ്പോൾ 20 മിനിറ്റിൻ്റെ 30 മിനിറ്റിൻ്റെ 40 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടാലും അങ്ങേറ്റം പോയാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കുറവാണ്, വളരെ കുറവാണ് കമ്പയർ ടു ഷോർട്സ്. ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. 1 മിനിറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും അതിന് യോഗ്യമായ അല്ലെങ്കിൽ ആ യോഗ്യതയ്ക്ക് കൂടുതലായിട്ടുള്ള വരുമാനം നമുക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടും. പക്ഷെ അതിനും കണ്ടീഷൻസ് ഉണ്ട്. സിനിമാ പാട്ടുകൾ വെച്ചിട്ടുള്ള ഡാൻസുകൾ അല്ലെങ്കിൽ സിനിമാ പാട്ടുകൾ വെച്ചിട്ടുള്ള അഭിനയങ്ങൾ, വെറുതെ ലിപ്സിങ്ക്, അതിനൊന്നും നമുക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. ചില കോപ്പിറൈറ്റ് അടിച്ചില്ലെങ്കിൽ കിട്ടുമായിരിക്കും. പക്ഷെ വല്ല 72 രൂപ, അതായത് $1 എന്ന് വെച്ചാൽ 73 രൂപ, 73 രൂപയൊക്കെ കിട്ടുമായിരിക്കും ചിലപ്പോൾ. ആകെ അതിൽ നിന്ന് അതായി കിട്ടണേ. അങ്ങനെ നമ്മൾ യൂസ് ചെയ്തു. പിന്നെ കോപ്പിറൈറ്റ് അടിച്ചാൽ ഒന്നും കിട്ടില്ല. കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യുന്നവർ ആരാണോ അവർക്കായിരിക്കും നമ്മുടെ വീഡിയോയുടെ ക്യാഷ് പോവുക. അപ്പം സിനിമാ പാട്ടുകൾ, സിനിമാ ഡയലോഗുകളാണെങ്കിലും വലിയ എമൗണ്ട് കിട്ടില്ല. ചിലപ്പോൾ $2 $3 കിട്ടിയേക്കാം. എനിക്കറിയില്ല ഇങ്ങനെ ഡോളർ കണക്ക് പറയാവുന്നതുകൊണ്ട് ഞാൻ അധികം അത് പറയുന്നില്ല. കാര്യം ഇതിനൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനങ്ങൾ. പക്ഷേ നമ്മുടെ ഓൺ കണ്ടന്റ് ആണെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ കഥയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ടാക്കിയ കണ്ടന്റുകളോ സീരീസുകളോ ഒക്കെയാണ്, ഓൺ വോയിസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ നമുക്ക് ഒരു വീഡിയോ തന്നെ കിട്ടും. എന്നുവെച്ചാൽ വലിയൊന്നും പ്രതീക്ഷിക്കരുത്, ഒരുപാട് വലിയൊന്നല്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എന്താണെന്ന് നമുക്കറിയാലോ. $1 പോലും ഇല്ലാണ്ട് നമ്മൾ സാധാരണ ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ചെയ്യുന്നതും ഷോർട്സിൽ ഇടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം 2-2 അപ്പം അതിനർഹമായ ഒരു വരുമാനം നമുക്ക് കിട്ടും. ഈ 1 മിനിറ്റിൻ്റെ വീഡിയോ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം. ആരും ഇടണ്ട എന്നൊന്നും പറയില്ല. നമുക്ക് എന്തോരം ഇഷ്ടമുണ്ടോ അത്രയും ഇടാം. അപ്പം അത്രയും വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ സിനിമാ പാട്ടുകൾ ഉപയോഗിക്കുമ്പോൾ കോപ്പിറൈറ്റ് അടിക്കും, അതിന് പൈസ കിട്ടില്ല. സിനിമാ ഡയലോഗുകളാണെങ്കിലും പൈസ വളരെ കുറവായിരിക്കും. ഓൺ കണ്ടന്റ്, ഓൺ വോയിസ്, ഓൺ സീരീസ്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം യൂട്യൂബ് ഷോർട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഷോർട്സിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. അമ്മ ഗുഡ് നൈറ്റ് പറയാനുണ്ട്. അപ്പോൾ രാത്രിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ എനിക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത് യൂട്യൂബ് ഷോർട്സിൽ നിന്നാണ് വ്ളോഗിനേക്കാളും കമ്പയർ ചെയ്ത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിരിക്കും നമുക്ക് ക്യാഷ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾ വീഡിയോ ഇടുന്നില്ലെങ്കിൽ നമുക്ക് താനെ വരുമാനം കിട്ടില്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, ഞാൻ 1 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ആ 1 വർഷം സ്റ്റാർട്ടിങ് ഒരു 2 മാസം ഞാൻ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ ഇരുന്നുള്ളൂ. ആ 2 മാസം എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയായിരുന്നു. അതിനുശേഷം പിന്നെ ചാനൽ ശരിക്കും ചത്ത പോലെ വന്നു. എന്നുവെച്ചാൽ ഞാൻ ഒട്ടും യൂസ് ചെയ്യുന്നുണ്ടായില്ല. വല്ലപ്പോഴും ആണ്ടിലും കൊല്ലത്തിലും വല്ലൊരു വീഡിയോ കിട്ടായെന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത്ര നാൾ എനിക്ക് റെമ്യൂണറേഷൻ ഉണ്ടായില്ല. പിന്നെ റവന്യൂ ഉണ്ടായില്ല. ഇപ്പം ഞാൻ വീണ്ടും ഷോർട്സ് എന്ന് പറഞ്ഞ ഫ്യൂച്ചർ വന്നതിന് ശേഷമാണ് സീരീസ് ഇട്ട് തുടങ്ങിയത്. സീരീസ് ഇട്ടപ്പോഴാണ് വീണ്ടും ക്യാഷ് കിട്ടാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ നല്ല രീതിയിൽ യൂട്യൂബിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ സീരീസ് ആയിട്ട്. അപ്പം നല്ല രീതിയിലുള്ള എമൗണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് തന്നെ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. വലിയ എമൗണ്ട് അല്ല, അതായത് നമുക്ക് ചിന്തിക്കുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് തോന്നുന്ന നല്ല രീതിയിലുള്ള നമ്മുടെ വർക്കിന് കിട്ടാവുന്ന, അതായത് ഈ ഒരു ലെവലിലെ വർക്ക് നമ്മൾ വേറെ എവിടെ ചെയ്താലും ഇത്രയും പൈസ നമുക്ക് കിട്ടില്ല, അത് ഉറപ്പാണ്. ആ ഒരു റവന്യൂ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം നിങ്ങളുടെ. പിന്നെ കുറച്ചുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവണം അക്കൗണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവർ നിശ്ചയിച്ചേക്കുന്ന കുറച്ച് സബ്സ്ക്രിപ്ഷൻസ്, 1500 സബ്സ്ക്രിപ്ഷൻ, ഇന്ന വാച്ചിങ് ടൈം, ഇന്ന ലൈക്ക്, ഇന്ന കമൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ 1500 സബ്സ്ക്രൈബേഴ്സാണ് മിനിമം വേണ്ട മോണിറ്റൈസേഷൻ ആവാൻ. നമ്മൾ ബാങ്കായിട്ട് ലിങ്ക് ചെയ്യണം നമ്മുടെ അക്കൗണ്ട്.
സ്വിഫ്റ്റ് PAC എന്ന ബാങ്കിൻ്റെ കോഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാ കാർഡും നമ്മൾ യൂട്യൂബ് പറയുന്ന ഫോമിൽ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് നമുക്ക് വീഡിയോയിൽ വരുന്ന ആഡ്സ് ആണ് കൂടുതൽ വരുമാനം തന്നെ, പരസ്യങ്ങൾ, അതിൻ്റെ ഓപ്ഷൻസ് വരും ഓൺ ചെയ്യാനുള്ള. അതെല്ലാ വീഡിയോയ്ക്കും നമ്മൾ ഓൺ ചെയ്തിട്ടാലേ നമ്മുടെ ചാനൽ നമ്മുടെ ആ വീഡിയോ മോണിറ്റൈസേഷൻ ആവുള്ളൂ. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്ലേ ബട്ടൺ കിട്ടാനായിട്ട് ആദ്യത്തെ പ്ലേ ബട്ടൺ കിട്ടുന്നത് 1 ലക്ഷം സബ്സ്ക്രൈബർ ആകുമ്പോഴാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു. ചിലർക്ക് വരില്ല, ചിലർക്ക് പ്ലേ ബട്ടൺ വന്നില്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് നമ്മൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എപ്പോഴെങ്കിലും സ്ട്രൈക്ക് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചാനലിൽ എത്ര കോപ്പിറൈറ്റ് അടിച്ചാലും കുഴപ്പമില്ല. കോപ്പിറൈറ്റ് ആണ് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അതിന് വളരെ നിസ്സാരമായിട്ട് 2-3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ ആ പോർഷൻ എവിടെയാണോ കോപ്പിറൈറ്റ് അടിച്ചേക്കുന്നത് ആ പോർഷൻ അത് മ്യൂട്ട് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന്. അതല്ലെങ്കിൽ നമുക്ക് ആ പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഏത് ഓണറാണോ ക്ലെയിം ചെയ്തത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തവർ എടുത്തോട്ടെ എന്ന് വെച്ചാലും മതി. ഇത്രയും 3 കാര്യങ്ങൾ. കോപ്പിറൈറ്റും കൊണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല. ഇത് 3 ചെയ്താൽ മതി. പക്ഷേ സ്ട്രൈക്കാണ് വരുന്നതെങ്കിൽ 3 വട്ടം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3 വട്ടം അടുപ്പിച്ച് സ്ട്രൈക്ക് വന്നാൽ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അതുകൊണ്ട് സ്ട്രൈക്ക് മാത്രം വരാണ്ട് നോക്കണം. നമുക്ക് സ്ട്രൈക്ക് അടിച്ചേക്കുന്ന യൂട്യൂബ് ചാനലാണെങ്കിൽ പ്ലേ ബട്ടൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ യൂട്യൂബിൽ ആളായിട്ട് ചാറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ചാനൽ ഓക്കെയാണ്, സ്ട്രൈക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയെന്ന് പറഞ്ഞത്. സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ പ്ലേ ബട്ടൺ കിട്ടാനായിട്ട് കുറേ നാൾ പിടിക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ എനിക്ക് അങ്ങനെ സ്ട്രൈക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് പെട്ടെന്ന് കിട്ടി. പക്ഷെ സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് സൂക്ഷിക്കുക. ചാനൽ ഒരിക്കലും സ്ട്രൈക്കിലൊരു എത്തിക്കാണ്ടിരിക്കുക. അത് അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നോക്കിയാൽ മതി. അവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ടാവും. ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള, ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള തരത്തിലുള്ള വീഡിയോസ്, അല്ലെങ്കിൽ വൃത്തികെട്ട, അല്ലെങ്കിൽ ഒരു ബാഡ് വൈബ് കൊടുക്കില്ല ആളുകളിലേക്ക്, ഒരു നെഗറ്റീവ് ചിന്ത വരുന്ന രീതിയിലുള്ള, വളരെ നെഗറ്റീവ്, ചെറിയതൊന്നുമല്ല, വളരെ വളരെ നെഗറ്റീവ് ചിന്തകൾ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസ്, അതിനൊക്കെയാണ് പൊതുവെ സ്ട്രൈക്ക് അടിക്കാനാണ് എൻ്റെ ഒരു അറിവ്. അതല്ലാണ്ട് കുറേ ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വായിച്ചു നോക്കണം യൂട്യൂബിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് പ്രൊസീജിയേഴ്സ്. യൂട്യൂബ് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആപ്പുകൾ പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ളതല്ല. ഇതിൻ്റെതായ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും. സ്റ്റാർട്ടിങ് ആവുന്ന കിട്ടുന്നതിൻ്റെ ഇതൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ കയറി വരണം, സബ്സ്ക്രൈബേഴ്സ് കാരണം, അല്ലാണ്ട് വേറെ വഴിയില്ല. അതിന് ആദ്യം നമ്മൾ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. പിന്നെ അത്യാവശ്യം കുറച്ച് പോപ്പുലർ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. ടിക്ടോക്കിൽ എനിക്ക് അത്യാവശ്യം 8 ലക്ഷത്തോളം ഫാൻസ് ഉണ്ടായിരുന്നു. ടിക്ടോക്കിൽ നിന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ അതിലുള്ളൊരു 30,000 പേരോളം പെട്ടെന്ന് തന്നെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു ചാനൽ. അതിനൊക്കെ 1000 നന്ദി എല്ലാവർക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുമാനം, സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്ന വരുമാനം ജനങ്ങളെ ആശ്രയിച്ച് മാത്രം കിട്ടുന്നതാണ്. കാരണം അവരുടെ സ്നേഹവും സപ്പോർട്ടും ഇല്ലെങ്കിൽ, അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും, നെഗറ്റീവ് ഒരാളുടെ വീഡിയോ ഡിസ്ലൈക്ക് അടിക്കാൻ വേണ്ടി പോയി നമ്മൾ കണ്ടാൽ പോലും അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. അതാണ് യൂട്യൂബിൻ്റെ പ്രത്യേകത. ആൾക്കാർ കണ്ടാൽ മതി, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതല്ല, കണ്ടാൽ മതി. പക്ഷെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് പോസിറ്റീവാണ് കിട്ടിയേക്കണൊക്കെ. ഒരുപാട് പേരുടെ സ്നേഹവും സപ്പോർട്ടും മെസ്സേജും കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. 1000 നന്ദി. പലവർക്കും റിപ്ലൈ തരാത്തത് മനഃപൂർവ്വം അല്ല, നമുക്ക് സമയമില്ല. ഇപ്പോൾ ഞാൻ ഒക്ടോബർ 4 ആകുമ്പോൾ ഞാൻ LLB ഫൈനൽ ഇയർ ആയി. അറിയാൻ പറ്റുമായിരിക്കും, നമുക്ക് ഒരുപാട് പഠിക്കാനും പ്രൊസീജിയേഴ്സും കേസ് പ്രസൻറ്റേഷൻ സെമിനാർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്, ഇന്റേൺഷിപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് അടുത്ത വർഷമാകുമ്പോഴേക്കും ഞാൻ പാസ് ഔട്ട് ആവും. ദൈവം അനുഗ്രഹിച്ച സപ്ലി ഒന്നും ഇതേപോലെ പോലെ പോവുകയാണെങ്കിൽ അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിനായി വരും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്ന ഓർത്തേക്കാണ്. അല്ലാണ്ട് നമുക്ക് ഇപ്പം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പം ചില പുറത്തേക്കും കുറച്ച് ഷൂട്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനും പോകാൻ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ട്. ചിലർക്ക് ഒരു ഭാഗ്യമാണ്, നമുക്ക് ചാൻസ് വരണം. പക്ഷെ അതും ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് സീരിയലിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് മനോരമയിൽ വിളിച്ചായിരുന്നു, സി കേരളത്തിൽ വിളിച്ചായിരുന്നു. പക്ഷെ ഒന്നും നമ്മൾ പോവാത്തതാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. സീരിയലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ 4 ദിവസമൊക്കെ ആഴ്ചയിൽ ചോദിക്കണം, ഒരാഴ്ച 4 ദിവസമാണ് ചോദിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ LLB ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഈ 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇപ്പോൾ ഈ ചാൻസ് ചെയ്യാൻ വേണ്ടി LLB കളയുന്നത് മണ്ടത്തരാവല്ലേ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പുറത്തുള്ള അഭിനയങ്ങളൊക്കെ വളരെ കുറച്ചിട്ട് ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്തു പോകാമെന്ന് പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് യൂട്യൂബിൽ നിന്നല്ല ഏത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്നും റവന്യൂ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നോക്കുക, ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും 1000 നന്ദി സപ്പോർട്ടിനൊക്കെ. ഗോഡ് ബ്ലെസ് യു ആൾ. ഗുഡ് നൈറ്റ്.